ഹലോ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 78-ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ: നമുക്കൊരു ജിയോമെട്രിക്കൽ ഷേപ്പ് തന്നിട്ടുണ്ട്. ഒരു യെല്ലോ സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ഇന്നർ ഗ്രീൻ സ്ക്വയറുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ റാൻഡമായിട്ട് ഈ ഫിഗറിനെ ടച്ച് ചെയ്താൽ അത് ഗ്രീൻ ഏരിയയിൽ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ യെല്ലോ സ്ക്വയറിൻ്റെ സൈഡ് 2 യൂണിറ്റ് അസ്യൂം ചെയ്യാം. 2 യൂണിറ്റാണ് യെല്ലോ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അതായത് ഈ ഏരിയ 1 ആയിരിക്കും. ഈ ലെങ്ത് 1 ആയിരിക്കും. ഈ യെല്ലോ സ്ക്വയറിൻ്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? 2 ആണ് ഒരു സൈഡ്. 2 സ്ക്വയറാണ് ഏരിയ ഓഫ് യെല്ലോ സ്ക്വയർ 4. ഇത് 4 ആണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ ഇത് 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. സോ ഈ ഇന്നർ സ്ക്വയറിൻ്റെ ഈ സൈഡ് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ് ഈ ഗ്രീൻ സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ ഗ്രീൻ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? സൈഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. ഇപ്പോൾ നമുക്ക് ഗ്രീൻ സൈഡിൻ്റെ ഏരിയ കിട്ടി, ടോട്ടലായിട്ട് യെല്ലോ സൈഡിൻ്റെ ഏരിയയും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രീനിൽ ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അതായത് ഗ്രീനിൽ ടച്ച് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫേവറബിൾ അതായത് ഗ്രീനിൻ്റെ ഏരിയയാണ്, അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുള്ളത് ഗ്രീനിൻ്റെ ഏരിയയാണ്. അപ്പോൾ ന്യൂമറേറ്റർ പാർട്ടിൽ ഗ്രീനിൻ്റെ ഏരിയ വന്നു. ഇനി ബൈ ടോട്ടൽ ഏരിയയാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വേണ്ടത്. ടോട്ടൽ ഏരിയ, ഈ കംപ്ലീറ്റ് ഫിഗറിലുള്ള ടോട്ടൽ ഏരിയ എത്രയാണ്? ഈ ഔട്ടർ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രീൻ ഇരിക്കുന്നത്, ഗ്രീൻ സ്ക്വയർ ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഈ ഫിഗറിൻ്റെ ഏരിയ ഔട്ടർ സ്ക്വയറിൻ്റെ യെല്ലോ പാർട്ടിൻ്റെ ഏരിയ തന്നെയാണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് ദ ഔട്ടർ സ്ക്വയർ യെല്ലോ സ്ക്വയർ, അതിൻ്റെ ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 4. അപ്പോൾ ഏരിയ ഓഫ് ഗ്രീൻ ബൈ ഏരിയ ഓഫ് ടോട്ടൽ ഫിഗർ വിച്ച് ഈസ് യെല്ലോ 2/4, 1/2 or 0.5 or 50%. The probability of the dot put in the picture falls in the green region is 1/2. Question: ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഗ്രീൻ ഏരിയയിൽ നമുക്കൊരു ഡോട്ട് കൊടുക്കാൻ പറ്റുന്ന ആ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നിരിക്കുന്ന ഫിഗർ ഒരു യെല്ലോ ഹെക്സഗൺ, അതിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടീസസിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ഇന്നർ ട്രയാങ്കിളുമാണ് തന്നിരിക്കുന്ന പിക്ചർ. നമുക്ക് ഈ ഹെക്സഗണിൻ്റെ സൈസ് A ആയിട്ട് എടുക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാൻഡമായി നമ്മളൊരു ഡോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഗ്രീൻ ഏരിയയിൽ ആകാനുള്ള ചാൻസ്. അത് നമ്മൾ നോക്കുന്നത് ഗ്രീൻ ഏരിയയുടെ പ്രൊപ്പോർഷനിലാണ്. ഗ്രീൻ ഏരിയയുടെ ഏരിയ നോക്കുക, ദെൻ ടോട്ടൽ ഏരിയ നോക്കുക. ഗ്രീൻ ഏരിയയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ആയിരിക്കും ഗ്രീൻ ഏരിയക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പോർഷണൽ ഏരിയ അടിസ്ഥാനമാക്കിയാണ് പ്രോബബിലിറ്റി കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ യെല്ലോ ഹെക്സഗണിൻ്റെ സൈഡ് A ആയിട്ട് അസ്യൂം ചെയ്തു. നമ്മൾ ഇവിടെ റീഡ്രോട്ട് ചെയ്തു A. ഇവിടെ ഈ ഹെക്സഗണിനെ നമ്മൾ സെൻറ്റർ പോയിന്റ് ഇത് ഓൾട്ടർനേറ്റ് വെർട്ടീസസ് ഡയഗണൽസ് വരച്ചു, ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ യെല്ലോ ഹെക്സഗൺ. യെല്ലോ ഹെക്സഗണിൻ്റെ ഉള്ളിൽ ഓൾട്ടർനേറ്റ് വെർട്ടീസസിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇന്നർ ഗ്രീൻ ട്രയാങ്കിൾ. ഇനി അതിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഇത് A എന്ന് അസ്യൂം ചെയ്തു, യെല്ലോ ഹെക്സഗണിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഏരിയ എത്രയായിരിക്കും? 6 ഹെക്സഗണിൽ A സൈഡായിട്ടുള്ള 6 ട്രയാങ്കിൾസ് ആണുള്ളത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് 6 × √3/4 A². കട്ട് ചെയ്ത് കഴിയുമ്പോൾ 3√3 A²/2 ആണ് ഈ യെല്ലോ പാർട്ടിൻ്റെ ഏരിയ കിട്ടുന്നത്. ഇനി ഗ്രീൻ ട്രയാങ്കിൾ, ഒരു ബിഗ് ട്രയാങ്കിളിൻ്റെ ഡയമെൻഷൻസിന് നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റ് വെർട്ടീസസിനെ ജോയിൻ ചെയ്താണ് നമ്മൾക്ക് ഈ ഗ്രീൻ ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നത്. ഈ ലെങ്ത്ത് നമ്മൾ H ആയിട്ട് അസ്യൂം ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഈ ഹൈറ്റ് എത്രയെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ ടോട്ടൽ ഒരു സൈഡ് കിട്ടുള്ളൂ. ഈ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടിയാലാണല്ലോ അതിൻ്റെ ഏരിയ കണക്കാക്കാൻ പറ്റുള്ളൂ.
അതിനു വേണ്ടി നമ്മൾ ഇത് എച്ച് ആയിട്ട് അസ്യൂം ചെയ്തു. പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് ഈ വാല്യൂ എച്ച് ആണ്. അതായത് ഹെക്സഗണിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് തന്നെയാണല്ലോ ഇത് എ ആണ്, ഇത് a/2 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയയാണ് എ, മിഡ് പോയിൻ്റ് ആണിത്, a/2 ആണ് ഇത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ a² മൈനസ് a/2 ഹോൾ സ്ക്വയർ ആണ് h² കിട്ടുന്നത്. h² = a² മൈനസ് a/2 ഹോൾ സ്ക്വയർ, 3a²/4 എന്ന് കിട്ടി. ദെർഫോർ h എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് അത് h √3/2a. √3/2a ആണ് ഈ എച്ചിൻ്റെ വാല്യൂ. ഈ എച്ച് എന്ന് വെച്ചാൽ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഹാഫാണ്, ഇവിടെ സൈഡിൻ്റെ ഹാഫാണ്. അപ്പോൾ h/2 ആണ് സൈഡ് ഓഫ് ദിസ് ഗ്രീൻ ട്രയാങ്കിൾ. സൈഡ് ഓഫ് ദ ഗ്രീൻ ട്രയാങ്കിൾ ഈക്വൽ ടു 2 × h. എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി √3/2a. അപ്പോൾ സൈഡ് ഓഫ് ദ ഗ്രീൻ ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് √3a. ഇനി സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കാമല്ലോ. √3/4a². √3/4 a എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദിസ് ഗ്രീൻ ട്രയാങ്കിൾ. അത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? √3a. അപ്പോൾ √3/4 × √3a ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3√3/4a² എന്നാണ് ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി, നമ്മൾ കൊടുക്കുന്ന ഡോട്ട് കൊടുക്കുന്നത് ഗ്രീൻ ഏരിയയിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഫേവറബിൾ ഔട്ട്കമാണ് ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ. അത് ന്യൂമറേറ്ററിൽ വരണം. ഏരിയ ഓഫ് ദ ഗ്രീൻ ട്രയാങ്കിൾ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹെക്സഗണിൻ്റെ ഏരിയയിലാണ്. ഈ ട്രയാങ്കിളും ഹെക്സഗണിൻ്റെ ഏരിയയിൽ തന്നെ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അഡീഷണൽ ഏരിയ അല്ല. ഈ ഔട്ടർ യെല്ലോ പാർട്ടിൻ്റെ ഏരിയ എത്രയുണ്ടോ അത്ര തന്നെയാണ് ഈ ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗ്രീൻ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ നത്തിങ് ബട്ട് നമ്മുടെ ഈ യെല്ലോ ഏരിയ. രണ്ടിൻ്റെയും ഏരിയ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രീൻ ഏരിയ 3√3/4a², യെല്ലോ ഏരിയ 3√3a²/2. ഇനി പ്രോബബിലിറ്റി കാണാനായിട്ട് ഗ്രീൻ ഏരിയ ബൈ യെല്ലോ ഏരിയ. ഗ്രീൻ ഏരിയ 3√3/4a² ബൈ ഹെക്സഗൺ 3√3/2a². അപ്പോൾ 3√3/2a². അപ്പോൾ റെസിപ്രോക്കലായി മൾട്ടിപ്ലൈ ചെയ്തു കിട്ടുമ്പോൾ കട്ട് ചെയ്ത് പോയി 1/2 ഈക്വൽ ടു 0.5 ഓർ 50%. ഈ ഫിഗറിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് പുട്ട് ഇൻ ദിസ് ഫിഗർ ഫാൾസ് ഇൻ ദ ഗ്രീൻ റീജിയൻ ഈസ് 1/2. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഗെയിൻ ഗ്രീൻ ഏരിയയിൽ ഡോട്ട് വയ്ക്കാനുള്ള പ്രോബബിലിറ്റി. നമുക്ക് കാൽക്കുലേഷൻ്റെ ഈസി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിനെ നമ്മൾ എന്ന് കൊടുക്കാം. അതായത് ഇതെല്ലാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഈ സെയിം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ് ഈ ഇന്നർ പാർട്ടിലുള്ള ഈ ഗ്രീൻ ഏരിയയിലും ഉള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് നമ്മൾ ഈ ഭാഗം എ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഏരിയ ഓഫ് ദ ഗ്രീൻ കളർ ഹെക്സഗൺ എന്തായിരിക്കും? ഗ്രീൻ കളർ ഹെക്സഗണിൽ എത്ര ഈ സൈഡ് എ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്? 6 സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഗ്രീൻ പാർട്ടിൽ. ഇനി യെല്ലോ പാർട്ടിലോ? യെല്ലോ പാർട്ടിൽ ടോട്ടലി എത്രയുണ്ടാകും? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലസ് യെല്ലോ ഉള്ള ഈ ടോട്ടൽ ഭാഗം. അതിനകത്ത് ഈ 6 ഔട്ടറിൽ 6. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 12 സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ടോട്ടൽ ഏരിയ. യെല്ലോ ഭാഗത്ത് കാണുന്ന 6ഉം ഈ ഏരിയയിലുള്ള 6ഉം, അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ 12 സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ കാണാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ ബൈ ടോട്ടൽ ഏരിയ. പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ 6 സ്മോൾ ട്രയാങ്കിൾസ് ബൈ ടോട്ടൽ ഏരിയ 12 സ്മോൾ ട്രയാങ്കിൾസ്. അപ്പോൾ സ്മോൾ ട്രയാങ്കിൾസ് കട്ടായി. ഇനി 6/12 ആണ്, ദാറ്റ് ഈസ് 1/2.
Probability that the dot put in this figure falls within the green region is 1/2. Question. ഈ ഫിഗറിൽ ഒരു സർക്കിളിന് ഉള്ളിൽ ഒരു ഗ്രീൻ സ്ക്വയർ ആണുള്ളത്. പ്രോബബിലിറ്റി നമുക്ക് ആദ്യം നോക്കാം. ഈ സർക്കിളിലാണ് ഈ സ്ക്വയറിൻ്റെ വേർട്ടീസസ് ഉള്ളത്. അപ്പോൾ ഈ ഡയഗണൽ ലെങ്ത് എത്രയാണ്? 2r ആയിരിക്കും. റേഡിയസ് r ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 2r ആണ് ഡയഗണൽ എങ്കിൽ ഈ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്ന ഈ ഏരിയ ഓരോന്നും ഡയഗണൽ ബൈ √2 ആണ് ഈ സൈഡ് കിട്ടുന്നത്. അതായത് സൈഡ് ഓഫ് ദിസ് സ്ക്വയർ. സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് വെച്ചാൽ ഡയഗണൽ ലെങ്ത് ബൈ √2 ആണ് സൈഡ് ഓഫ് ദ സ്ക്വയർ. ഡയഗണൽ 2r ആണ്. 2r ബൈ √2 r √2 ആണ് എസ് ഈ ഗ്രീൻ സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ സൈഡിൻ്റെ സ്ക്വയർ സൈഡ് r√2 സ്ക്വയർ ആകുമ്പോൾ 2r² ആണ് ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ. ഇനി സർക്കിളിൻ്റെ ഏരിയ πr², റേഡിയസ് r ആണല്ലോ, πr². നൗ പ്രോബബിലിറ്റി ഓഫ് ദ ഗ്രീൻ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഗ്രീൻ ഏരിയ ബൈ യെല്ലോ ഏരിയ, ദാറ്റ് ഈസ് ടോട്ടൽ ഏരിയ. 2r² ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയ. 2r² ബൈ സർക്കിളിൻ്റെ ഏരിയ πr². 2r² ബൈ πr², 2/π. Probability that the dot put in the picture falls in the green region is 2/5. ഇവിടെ ഈ s is equal to diagonal by √2 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഈ സ്ക്വയറിൻ്റെ രണ്ടും 1 ആയി കഴിഞ്ഞാൽ ഈ ഭാഗം വരുന്നത് ഡയഗണൽ പാർട്ട് വരുന്നത് ഹൈപ്പോട്ടന്യൂസ് √2 ആണല്ലോ. അപ്പോൾ ആ പ്രൊപ്പോർഷണൽസ് കാൽക്കുലേഷനിലാണ് സൈഡ് ലെങ്ത് ഡയഗണൽ ബൈ √2. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു യെല്ലോ സ്ക്വയറിനുള്ളിൽ ഒരു ഗ്രീൻ സർക്കിളാണ്. യെല്ലോ സ്ക്വയറിൻ്റെ സൈഡ് എസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഗ്രീൻ ഏരിയയിൽ ഡോട്ട് വയ്ക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇവിടെ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എത്രയാണ്? ഈ കംപ്ലീറ്റ് ലെങ്ത് ആണല്ലോ, അതായത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എസ് തന്നെയാണ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു s/2. ഏരിയ ഓഫ് ദ സർക്കിൾ അപ്പോൾ എത്രയായിരിക്കും? πr². r എന്ന് വെച്ചാൽ s/2, πs/2 ഹോൾ സ്ക്വയർ. അതാണ് ഏരിയ ഓഫ് ദ സർക്കിൾ, ഗ്രീൻ ഏരിയ. ഇനി ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ക്വയർ, അതിൻ്റെ സൈഡ് എസ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ സൈഡിൻ്റെ സ്ക്വയർ s². ഇനി പ്രോബബിലിറ്റി ഗ്രീൻ ഏരിയയിൽ ഡോട്ട് വയ്ക്കാനുള്ള പ്രോബബിലിറ്റി ഗ്രീൻ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഗ്രീൻ ഏരിയ നമുക്ക് കിട്ടി ഏരിയ ഓഫ് ദ ഗ്രീൻ സർക്കിൾ πs/2 ഹോൾ സ്ക്വയർ, ന്യൂമറേറ്റർ പാർട്ട്. ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ക്വയർ, ദാറ്റ് ഈസ് s². πs/2 ഹോൾ സ്ക്വയർ ബൈ s². കട്ട് ചെയ്ത് പോകുമ്പോഴേക്കും π/4. Probability that the dot put in this figure falls within the green region is π/4. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.